33 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. പാലക്കാട് വി കെ ശ്രീകണ്ഠന്റെ ലീഡ് 29,271 ഉയർന്നിരിക്കുന്നു. കോട്ടയത്ത് UDFന്റെ ലീഡ് 21,028, ഫ്രാൻസിസ് ജോർജിലൂടെ 21,028 വോട്ടിലേക്ക് അവിടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഇടുക്കിയിൽ വിജയമുറപ്പിച്ചു, 60,000 കടന്നിരിക്കുന്നു ഡീൻ കുര്യാക്കോസിന്റെ ലീഡ്. മലപ്പുറവും പൊന്നാനിയും പതിവ് പോലെ 50,000, 52,000, 58,000 ഒക്കെ അവിടെ പിന്നിട്ടിരിക്കുന്നു. പതുപോലെ UDF കോട്ടകൾ അവിടെ ഉറച്ചു തന്നെ നിൽക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ 1,00,000 അടുക്കുന്നു ഭൂരിപക്ഷം ലീഡ്. അതോടൊപ്പം തന്നെ കോഴിക്കോട് രാഘവേട്ടന്റെ കയ്യിൽ UDF ഭദ്രമാക്കുകയാണ്. 44,000 പിന്നിട്ടിരിക്കുന്നു കോഴിക്കോട്ടെ ലീഡ്. എറണാകുളത്ത് ഒരു മാറ്റവുമില്ല, 77,611 എറണാകുളത്ത് ഹൈബി ഈഡന്റെ ലീഡ് ഉയർന്നിരിക്കുകയാണ്. അങ്ങനെ ആ രീതിയിൽ LDFന് ആശ്വസിക്കാൻ ആലത്തൂരിൽ K രാധാകൃഷ്ണൻ മാത്രമാണുള്ളത്. അതുമാത്രമല്ല, LDFന്റെ മനസ്സിൽ തീകോരിയിട്ടുകൊണ്ട് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും NDAയുടെ മുന്നേറ്റം. കേരളത്തിൽ UDF 17ഇടത്ത്, LDFിനേക്കാൾ മുന്നിൽ NDA 2ഇടത്ത് ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് ലീഡ് ഉയർത്തുകയാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, 5,783. ശരി, നമുക്ക് എന്തായാലും ലീഡ് നില നോക്കുമ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് അത് കറക്റ്റ് ആണോ, അത് എക്സാക്റ്റ് ആണോ എന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനകളിലേക്ക് നമ്മൾക്ക് പോകേണ്ടി വരും. കാരണം ഇപ്പോൾ നൽകുന്ന കണക്കുകൾ അത്തരത്തിലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ രാജ്യം ചിന്തിച്ചതുപോലെ, അല്ലെങ്കിൽ കേരളത്തിലുള്ള പ്രബുദ്ധമായ വോട്ടർമാർ ചിന്തിച്ചതുപോലെ തന്നെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായ വലിയൊരു തരംഗം രാജ്യത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ശക്തമായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ മോദി മൂന്നാമതും രാജ്യം ഭരിക്കും. കേരളത്തിൽ UDF 1ാം സ്ഥാനത്തെത്തും. BJP അക്കൗണ്ട് തുറക്കും, അല്ലെങ്കിൽ LDFന് താഴേക്ക് ഒരു താഴ്ചയുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും പൊതുവെ വോട്ടർമാർ ചിന്തിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവരുടെ രാഷ്ട്രീയം വേറെയാണ്. എങ്കിലും അവർ അങ്ങനെ ചിന്തിച്ചിരുന്നു മൂന്നാമത് മോദി എത്തുമെന്ന്. അതിപ്പോൾ ഏകദേശം സാധ്യമാകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. UDFന്റെ ആധിപത്യം കേരളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. LDFന്റെ സീറ്റ് വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശോകമായ കാര്യം NDA LDFിനെക്കാട്ടിലും മുന്നിൽ നിൽക്കുന്നു. 2 സീറ്റിന് അവർ ലീഡ് കാണിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഇടതു മുന്നണിയെ സംബന്ധിച്ച്, ഇടത് മനസ്സുള്ളവരെ സംബന്ധിച്ചൊക്കെ വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഒരു മനസ്സിന് തീർച്ചയായും മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അത്. എന്തായാലും രാജ്യം ഇങ്ങനെ ചിന്തിക്കുന്നു, രാജ്യം വിധി എഴുതുന്നു. 290 എന്ന കണക്കിലേക്ക് NDA എത്തുകയാണ്. 222 എന്നതിൽ ഇന്ത്യ മുന്നണി നിൽക്കുന്നു. അതിലൊരു അട്ടിമറി ഇനി ഉണ്ടാകുമോ, ഒരു ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം മാത്രമാണ്. ഇനിയും സമയമുണ്ട്. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണി തുടങ്ങിയത്. നമുക്കറിയാം, ദേശീയ തലത്തിൽ നിന്ന് ഫലങ്ങൾ വരുമ്പോൾ കുറച്ച് വൈകിയായിരിക്കും ഒരുപക്ഷെ വരിക. കേരളത്തിൽ നിന്നുള്ള ഫലങ്ങൾ പെട്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എങ്കിലും എല്ലായിടത്തും EVM ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ആ ഫിഗറിൽ നമ്മൾ ഇപ്പോൾ വിശ്വസിച്ചേ മതിയാകൂ എന്നുള്ളൊരു കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. എല്ലായിടത്തും രാജ്യം മുഴുവൻ EVM ഉപയോഗിച്ചപ്പോൾ അവിടുന്ന് വരുന്ന